ഹലോ എവരി വൺ, വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോണത് എനിക്ക് ദുബായിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് നമുക്ക് ദുബായിൽ ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പറയും ലക്കിന് കിട്ടി അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടി, അങ്ങനെയൊന്നുമില്ല. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം, നമുക്ക് അത് കിട്ടും എന്നുള്ളൊരു ട്രസ്റ്റാണ് ഫസ്റ്റ് വേണ്ടത്. ഞാൻ ആദ്യം ദുബായിൽ ചെന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 2 മാസത്തിനുള്ളിൽ എനിക്ക് ജോലിയൊക്കെ കിട്ടും, എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ദുബായിലോട്ട് എത്തി, എൻ്റെ ബെഡ് സ്പേസിൽ വന്നു, ഒരുപാട് അറിയാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ എന്താ പറയുക, ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് എന്താ പറയുക എനിക്ക് ടെൻഷനൊക്കെ ആയി തുടങ്ങിയത്. ആ കൂടി 2 മാസമേ വിസിറ്റ്. അപ്പോൾ വിസ റിന്യൂ ചെയ്യണം എന്നുള്ള ടെൻഷൻ വന്നു. പിന്നെ അതുപോലെ അറിയാത്ത കുറേ ആൾക്കാരാണ്, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല, അതിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ബെഡ് സ്പേസ്, റെൻറ്റ്, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ടെൻഷൻ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കും. എല്ലാവരും പറയും എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അതൊക്കെ ഫുള്ള് നെഗറ്റീവായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്തതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിക്കൊരു ഇൻ്റർവ്യൂ കോളോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ എന്താ പറയുക 2 മാസമൊക്കെ ഫുൾ എന്താ പറയുക എനിക്കിത് കിട്ടുമോ എന്നറിയില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിസിറ്റ് ഞാൻ റിന്യൂ ചെയ്തു. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു റിന്യൂ ചെയ്യണ്ട, നാട്ടിലോട്ട് പോരേ എന്നാണ് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് മുതൽ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാലുള്ള ഇഷ്യൂസ് എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും എല്ലാവരും ചോദിക്കും ജോലിയൊന്നും ആവാതെയാണോ വന്നേ. പിന്നെ നമുക്ക് എന്താ പറയുക, അതെന്ന് പറയുമ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്യൂസ് ഇല്ല. കാരണം ഞാനെന്ന് പറയുമ്പോൾ ഞാൻ പറയും എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ അതൊന്നും നോക്കാത്ത ഒരാളാണ്. എനിക്ക് എന്താണ് തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ നീ ചെയ്യും പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന ക്യാരക്ടറല്ല. എൻ്റെ കസിൻസോ അല്ലെങ്കിൽ നൈബേഴ്സോ പറയുന്ന കേട്ട് നിൽക്കുന്ന ഒരാളും അല്ല ഞാൻ. എൻ്റെ മൈൻഡിൽ എന്താണോ തോന്നുന്നത് അതാണ് എൻ്റെ വഴി. ഓക്കെ, അതിപ്പോൾ ജോബിൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ ലൈഫാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സെൽഫിന് എന്താ പറയുക തോന്നരുത് ഞാൻ തോറ്റിട്ടാണ് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ജോലി ഇല്ലാതെ വന്നേ, ലൈക്ക് അങ്ങനത്തെ ഒരു ഇതും എനിക്ക് തോന്നരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയെ ജോലി ഇല്ലാതെ നാട്ടിലോട്ട് ഞാൻ വരില്ല, ഇനിയിപ്പോൾ വരികയാണെങ്കിൽ തന്നെ ജോബ് റിസൈൻ ചെയ്തിട്ടേ വരത്തുള്ളൂ, അല്ലാതെ ജോലി കിട്ടാത്ത ഒരാളായിട്ട് ഞാൻ ഒരിക്കലും നാട്ടിലോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അഫോർമേഷൻ കോച്ച്, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്, അങ്ങനെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ബുക്ക് റെഫർ ചെയ്യുന്ന ഒരാളാണ്. അമ്മ ഒരുപാട് ആൾക്കാർക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചും അഫോർമേഷൻസിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മയോട് പറഞ്ഞു നീ ഒരു പണി ചെയ്യ്, നീ അഫോർമേഷൻസ് എഴുത്, പിന്നെ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ വിസ റിന്യൂ ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഒമാന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡയറൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാൻ അങ്ങോട്ട് അഫോർമേഷൻസ് എഴുതാൻ വേണ്ടി തുടങ്ങി. ഞാൻ പിന്നെ ഇവിടുന്ന് ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ് കോൺഷ്യസിൻ്റെ പവറിൻ്റെ കുറിച്ചിട്ടുള്ളൊരു ജോസഫ് മർഫിയുടെ ബുക്കുണ്ട്, അത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് സംഭവങ്ങൾ അറിയാം. പിന്നെ അമ്മ ഇങ്ങനെ ഡെയിലി പറയും, നമ്മൾ പറയില്ലേ നമുക്കിപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ അറിയില്ല എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഈ അഫോർമേഷൻ്റെ ഒരു വീഡിയോ പേളിമണിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് അമ്മ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ അമ്മയ്ക്ക് എന്തൊക്കെയൊക്കെയോ സംഭവങ്ങൾ അറിയാം. അപ്പം ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു അഫോർമേഷൻ്റെ കാര്യത്തിലോട്ടൊക്കെ ഇറങ്ങിയത്, മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിലൊക്കെ ഇറങ്ങിയത് കേട്ടോ. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും നമ്മളതിൽ ആദ്യം ട്രസ്റ്റ് ചെയ്യണം. ഓക്കെ, ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ നടപടിയാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ആ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഫോർമേഷൻസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൂട്ടുകൂടരുത്. ലൈക്ക് അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. നന്നായി അഫോർമേഷൻസ് ചെയ്യാം. ഒരുപാട് ബുക്കുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക, നിങ്ങളും എൻ്റെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ എന്തും ആയിക്കോട്ടെ ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ടുള്ള ബുക്കോ അല്ലെങ്കിൽ എൻ്റെ അമ്മ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ബുക്കുകളിലൂടെ കുറേ ഇരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള എന്താ പറയുക അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ബുക്കിൻ്റെ പേരൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ഏതൊക്കെയാണോ അഫോർമേഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ മെത്തേഡാണോ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ
താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. എനിക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അമ്മ ക്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ പേര് സ്മിത എന്നാണ് കേട്ടോ. ആൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. സോ ഇനി അടുത്ത ബാച്ചിലോട്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ ഭയങ്കര നെഗറ്റീവായിരുന്നു. നമ്മൾ ആ ഒരു നെഗറ്റീവ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. എന്താ പറയുക, നമ്മൾ നെഗറ്റീവായിരിക്കുകയാണെങ്കിൽ ഒന്നും നടപടി ആവില്ല കേട്ടോ. ഞാൻ കുറച്ച് ഡേയ്സ് മുന്നേ ഭയങ്കര നെഗറ്റീവായിരുന്നു. അത് എനിക്ക് റിയലൈസ് ചെയ്തു ഞാൻ ഭയങ്കര നെഗറ്റീവാണ്, ഭയങ്കര ദേഷ്യമാണ് എനിക്ക്. ഈ ദേഷ്യം ഒക്കെ നമുക്ക് എന്താ പറയുക ഒന്നും വർക്ക് ചെയ്യില്ല. നമ്മളൊന്ന് കാം ആൻഡ് ക്വയറ്റായിരുന്നൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഞാൻ ദുബായിലിരിക്കുന്ന സമയത്ത് ഡെയിലി അഫർമേഷൻസ് ചെയ്തും ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്നപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് അതിനൊന്നും ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഡയറി ചോദിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അഫർമേഷൻസ് വീണ്ടും ചെയ്ത് തുടങ്ങണം. ഓക്കെ, ഈ അഫർമേഷനൊക്കെ എൻ്റെ അമ്മയാണ് എനിക്ക് മേക്ക് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. ഞാൻ അമ്മടുത്ത് പറയാം, അമ്മ ഇന്നതാണ് സിറ്റുവേഷൻ, എനിക്കൊരു അഫർമേഷൻ തരുമോ, എനിക്കത് ബ്രേക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വിഷൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. വിഷൻ ബോർഡിലെന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ 6 കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലിപ്പോൾ തന്നെ 3 കാര്യങ്ങൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. 2 കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നല്ല ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, ബുക്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ. ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ മാത്രം പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, അതിനെക്കുറിച്ച് ഞാൻ വലിയൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. ഓക്കെ, കുറേ ആൾക്കാർ പറയുന്നുണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ, വോയിസ് അയക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇൻസ്റ്റയിൽ ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഞാൻ ശ്രദ്ധിക്കാറില്ല മെസ്സേജ്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പൊതുവേ റിപ്ലൈ കൊടുക്കാത്ത ഒരു കൂട്ടത്തിലാണ് ഞാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിന് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും വിശ്വസിക്കാൻ തുടങ്ങിയത് ദുബായിൽ പോയതിന് ശേഷമാണ്. എനിക്ക് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ എനർജിയൊക്കെ നല്ല ഹൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അഫർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. എന്ത് സിറ്റുവേഷനാണ്, ഇപ്പോൾ ജോലിയുടെ കാര്യം തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആണ് വേണ്ടതെങ്കിൽ അതിനുവേണ്ടി നമുക്ക് അഫർമേഷൻസ് ചെയ്യാം. നമുക്കിതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കുറച്ചൊരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം, അത് കുറേ ആൾക്കാർക്ക് ഇത് ചെയ്യാൻ അറിയാൻ പാടില്ല. കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് വെക്കും. പക്ഷെ നമ്മൾ അഫർമേഷൻസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മളതിൽ ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം. മാനിഫെസ്റ്റേഷൻ ചെയ്യണം, വിഷ്വലൈസേഷൻ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വിഷൻ ബോർഡ് മേക്ക് ചെയ്യുക, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു അമ്മ, അച്ഛൻ, മക്കൾ, ലൈക്ക് അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബുക്കിൻ്റെ പേരോ ഞാൻ ചെയ്തിട്ടുള്ള അഫർമേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ ഗായ്സ്.